ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലേ ഈ PCOD, PCOS ഒക്കെ. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഒരുവിധം നമുക്കിത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഇന്ന് നോക്കാം. ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു ഇന്ത്യൻ ഡയറ്റ് പ്ലാനും ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം നമുക്ക് PCOD എന്താണെന്നുള്ളത് നോക്കാം. PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതൊരു ഹോർമോണൽ ഡിസോർഡർ ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഓവറീസ് ഒരുപാട് ഇമ്മെച്ചുർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി മെച്ചുർ ആയിട്ടുള്ള എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് കാരണം ഫീമെയിൽ ബോഡിയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ്. ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ ഒരുപാടായിട്ട് പ്രൊഡ്യൂസ് ആകും. ഇത് കാരണം മുഖത്ത് ഒരുപാട് പിമ്പിൾസ് പോലെ വരാം. അതുപോലെ മുഖത്ത് മുടി വളരുന്നൊരു പ്രശ്നം വരാം. തലയിലുള്ള മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാം. ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നതാണ്. രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെയിറ്റ് ഗെയിൻ ആണ്. ഇതിന് പിന്നിലെ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇത് കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും വെയിറ്റ് കുറയ്ക്കുന്നതും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതും PCOD കാരണം വരാവുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത് വരുന്ന പലരും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ്. ഇത് കാരണം പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആകുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും എന്തെങ്ങനെ ഇറഗുലർ ആയിട്ട് വരുന്നതെന്നുള്ളത്. എന്തുകൊണ്ട് എൻ്റെ പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് PCOD ഉള്ളത് തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം മൂഡ് സ്വിങ്സ് ആണ്. അതുപോലെ ഭയങ്കര ക്ഷീണവും. ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതും എപ്പോഴും ഒരു എനർജി കുറവായിട്ട് തോന്നുന്നതും. ഇത്രയും മാത്രമല്ല, ഇത് കാരണം പല ലോങ് ടേം റിസ്കുകളും ഉണ്ട്. നമ്മളിത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകാം. സോ എപ്പോഴും PCOD, PCOS എന്ന കണ്ടീഷനെ നമ്മൾ ചെറിയൊരു കാര്യമായിട്ട് കളയാൻ പാടില്ല. പീരീഡ്സ് വരുന്നില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. എപ്പോഴും ഇത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് നോക്കണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും വെയിറ്റ് ഒന്ന് നോർമൽ ആക്കാനും ഒക്കെ നമുക്ക് ഡയറ്റിൽ തന്നെ ചില ചേഞ്ചസ് വരുത്തിയാൽ ഒരുവിധം നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ കണ്ടീഷന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്, മെഡിസിൻസും എടുക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിൽ വരുത്തുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. അതിന് ഞാൻ തന്നെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. എനിക്ക് PCOD ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഡോക്ടറെ അടുത്ത് പോയതുമില്ല, ടാബ്ലറ്റ്സ് കഴിച്ചതുമില്ല. എൻ്റെ കാര്യം ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് അടുത്ത് തന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മടിയായിരുന്നു. കയ്യിൽ വീട്ടിൽ തരുന്ന കാശ് ഞാൻ ഫുഡ് അടിച്ച് തീർക്കുമായിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ കൊടുക്കത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ സീരിയസ്നെസ് അന്ന് എനിക്കറിയില്ല. ഒരു 17 വയസ്സുള്ള കുട്ടിക്ക് പീരീഡ്സ് ആയില്ലെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതായിരുന്നു. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതങ്ങനെ ഒരു നിസ്സാര കാര്യമായിട്ട് കളയരുത്. പക്ഷേ ഒരു പോയിന്റിൽ പലരും അയ്യോ PCOD കാരണം ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കൊരു പേടി വന്നു തുടങ്ങി. അയ്യോ ഇനി അങ്ങനെ എങ്ങാനും ഫ്യൂച്ചറിൽ വരും. അങ്ങനെ ഞാൻ ഫുഡിൽ കൊണ്ടുവന്ന ചില ചേഞ്ചസ് കാരണം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് PCOD മാറി. അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തൊക്കെ കഴിക്കാമെന്ന് പറയുന്നതിന് മുന്നേ എന്തൊക്കെ കഴിക്കരുതെന്ന് ഞാൻ ആദ്യം പറയാം. ഇത് അവോയ്ഡ് ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ കഴിക്കുന്നത് വീട്ടിലുള്ള ഫുഡായിരിക്കും. ഒരുവിധം അവിടെ തന്നെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കൊക്കെ മാറി വരും. ഷുഗറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും, വെയിറ്റ് കുറയും. പിന്നെ പാക്ഡ് ഫുഡ് ഐറ്റംസ്. പാക്ഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലേസ്, ചിപ്സ്, കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. പാക്ഡ് ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സാധനങ്ങൾ, അതിന് ഈ വീട്ടിൽ വറുത്ത മീനാണെങ്കിൽ പോലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മൈദ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം, വൈറ്റ് ബ്രെഡ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം, ചോറ് കുറയ്ക്കാം. അത് കഴിക്കുന്നത് മൊത്തമായിട്ട് എല്ലാവർക്കും അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത്. അതുപോലെ കഫീൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതായത് ചായ, കാപ്പി ഇതൊക്കെ കുറയ്ക്കാം. പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പിന്നെ പൊതുവേ നമ്മൾ കഴിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ജങ്ക് ഫുഡ്സ്, അതൊക്കെ ഈ പറഞ്ഞൊക്കെ അതിനടിയിൽ വരും. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഈ ബർഗർ, പിസ്സ, ബിസ്ക്കറ്റ്സ്, കേക്ക്, പേസ്ട്രി ഇത്തരം സാധനങ്ങളൊക്കെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇറങ്ങിപ്പോരുത്. ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ PCOD നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ മെഡിക്കേഷന് മുന്നേ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ട് മരുന്ന് വാങ്ങിയാൽ പോലും ഇതൊക്കെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ എക്സസൈസ് വേണമെന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നല്ലതാണ്. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ
നടക്കുന്നത് വളരെ നല്ലതാണ്. എനിക്കന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഞാൻ നടക്കുമായിരുന്നു രാവിലെ എണീറ്റിട്ട്. അപ്പോൾ നടക്കാൻ പോകുന്നത് നല്ലതാണ്. യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ മൂഡ് സ്വിംഗ് ഒക്കെ നമുക്ക് ഒരുവിധം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ഉറക്കക്കുറവും ഒരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് ഒരു 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു ഫുൾ ഡേ ഒറ്റ സ്ട്രെച്ചിനൊന്നും അത്രയും ഉറക്കം കിട്ടിയില്ല എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉറങ്ങിയിട്ട് അതൊരു 8 മണിക്കൂർ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഡയറ്റിലോട്ട് പോവാം. ഞാൻ എന്നും രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഒരു കെറ്റിൽ മാത്രം ഉണ്ടായാൽ മതി. ഈ 3 സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ കാര്യം ഗ്രീൻ ടീ, രണ്ടാമത്തത് ആപ്പിൾ സിഡർ വിനിഗറാണ്. 1 ഗ്ലാസ് വാം വാട്ടറിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ആദ്യമൊക്കെ 1 ടീസ്പൂൺ തന്നെ എടുക്കണമെന്നില്ല. കാര്യം അത് ശീലമില്ലാത്ത ഒരാൾക്ക് പറ്റത്തില്ല, വയറൊക്കെ കേടാകും. അതുകൊണ്ട് വളരെ കുറച്ചൊരു 4 ഡ്രോപ്പ് 5 ഡ്രോപ്പൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് അപ്പോഴും അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രിങ്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈം വാട്ടറാണ്. വാം വാട്ടറിൽ ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഹണി വേണമെങ്കിൽ ചേർക്കാം, ഹണി ഇല്ലാതെ കുടിച്ചാൽ അത്രയും നല്ലത്, അത് കുടിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡീടോക്സ് ഡ്രിങ്ക് രാവിലെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ഉപ്പുമാവ് കഴിക്കാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഓട്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓട്സും പിന്നെന്താണ് ഒരു സ്മൂതി പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നത് പൂരിയൊക്കെയാണ്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു ഹോസ്റ്റലിൽ. അതൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഓയിൽ കുറഞ്ഞിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഏതൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, പാൽ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സും അത് പറയാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ലായിരുന്നു. കാര്യം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഗ്ലാസ് പാൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറ്റിൽ പാൽ അവോയ്ഡ് ചെയ്യുന്നില്ലായിരുന്നു. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ അതിന് പകരം ആൽമണ്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് നോക്കുക. ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് പലരും അവോയ്ഡ് ചെയ്യുന്നൊരു സാധനമാണിത്. വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളത് കൊണ്ട് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ലഞ്ച് നോക്കിയാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇടയിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഒരു ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നട്ട്സ് കഴിക്കാം. അതും അല്ലെങ്കിൽ സീഡ്സ് കഴിക്കാം. ഈ സൺഫ്ലവർ സീഡോ പംകിൻ സീഡോ ഒക്കെ കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതിലൊക്കെ ഹെൽത്തി ഫാറ്റ്സിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എന്തേലും ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷേ അത് ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ലഞ്ച്, ഇവിടെയാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം. ചോറ് അത് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് പകരം നമുക്ക് ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. ഈ വൈറ്റ് റൈസ് മാറ്റിയിട്ടേ ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തിട്ട് കഴിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ആ പ്ലേറ്റിൽ ഉണ്ടാകേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഒരു 50% വെജിറ്റബിൾസ് ആയിരിക്കണം. പിന്നെ ഒരു 25% പ്രോട്ടീൻ, അത് പനീറാകാം, എഗ്ഗ് ആകാം, ചിക്കൻ, ഫിഷ് എന്ത് വേണേലും ആവാം. ബാക്കിയുള്ള 25%ന് നമുക്ക് ഈ ബ്രൗൺ റൈസും കഴിക്കാം. അതാകുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റുമായി. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിക്കാനായിട്ട്. പക്ഷേ ഗ്രാജുവലി നമുക്കിത് ശീലമാവും. നമ്മളുടെ വെയിറ്റൊക്കെ കുറഞ്ഞ് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നത് കാണുമ്പോഴത്തേക്ക് ഇത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈവനിങ് എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ മെയിനായിട്ട് 1 കപ്പ് ചായ എന്തായാലും നിർബന്ധമായിട്ട് കുടിക്കുമായിരുന്നു. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റത്തില്ലായിരുന്നു. അത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒട്ടും പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ച നടത്തുമായിരുന്നു. നിങ്ങൾക്ക് ആ ചായ ഇല്ലാതെ പറ്റും എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കടലയുണ്ടല്ലോ. കടല പല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ മഖാന വാങ്ങിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ മഖാന കഴിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നട്ട്സ് രാവിലെ കഴിച്ചുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട, ചിലപ്പോൾ ബ്ലോട്ടിംഗ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഡിന്നറിൻ്റെ കാര്യം നോക്കാം. ഡിന്നർ മാക്സിമം ഒരു 7 to 8 ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഡിന്നറിന് ഞാൻ മെയിനായിട്ട് ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്. ഹോസ്റ്റലിലും എപ്പോഴും ചപ്പാത്തി തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ചപ്പാത്തി കഴിക്കാം. എന്തായാലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഈ ചോറ് കാർബ് റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാനേ പാടില്ല. രാത്രി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഒരു ചപ്പാത്തിയും പനീറും ആയിരിക്കും മിക്കപ്പോഴും ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപ്പ് കറിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്. നിങ്ങൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. സോ ഇങ്ങനത്തെ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം രാത്രി. പക്ഷെ എന്തായാലും ലൈറ്റ് ആയിരിക്കണം, ഒരുപാട് ഹെവി ആയി പോകരുത്. അതുപോലെ പ്രോട്ടീൻ റിച്ചും ആയിരിക്കണം. ഞാൻ പൊതുവേ ഈ ഒരു സമയത്തിൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊന്നും കഴിക്കത്തില്ല. അതല്ല നിങ്ങൾക്കിത് പറ്റുന്നില്ല, ഒരു 10 മണിക്കൊക്കെ വിശക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആൽമണ്ട് മിൽക്ക് കുടിക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ട, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഫുഡൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം ഒരു 7 മണി വരെ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ്. വെള്ളം കുടിക്കാം, പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാം. അല്ലാണ്ട് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെ ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മളുടെ വയറിനെ ഫ്രീ ആക്കി കൊടുക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനും വെയിറ്റ് കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പോയിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ PCODയുടെയും PCOSൻ്റെയും ഒക്കെ ഒരു സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇച്ചിരി സിവിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കേണ്ടി വരും. ഈ ഒരു ചേഞ്ചസ് മാത്രം ചെയ്താൽ പറ്റത്തില്ല. പിന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നെ പോലത്തെ ഒക്കെ ഒരു കണ്ടീഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫുള്ളായിട്ട് തന്നെ മാറി കിട്ടും. എനിക്ക് യാതൊരു പ്രശ്നവും അതിന് ശേഷം വന്നിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ അല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടന്നു. ഇപ്പോഴും എനിക്ക് PCODയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് പീരീഡ്സ് സ്കിപ്പാകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് പണ്ടൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഇനി അങ്ങനെ വരാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കൽ PCOD ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയറ്റ് എപ്പോഴും ഒന്നിങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.